ഹായ് ഫ്രണ്ട്സ്, ഗോതമ്പ് കൊണ്ടുള്ള അടിപൊളി റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ നീക്കം ചെയ്തിട്ടുള്ളതാണ്, കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ തൊലിയുള്ള ഗോതമ്പൊക്കെ ആണെങ്കിൽ അത് തൊലി കളഞ്ഞ് എടുത്താൽ മതി. ഒന്ന് കുതിർത്ത് വെച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ തൊലി നീങ്ങി കിട്ടും. അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഒരു 3-4 മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ഇതേ വെള്ളത്തോട് കൂടി തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് 3-4 മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പം ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ കുതിർത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഞാനിത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ഇതേ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ 1/2 കപ്പ് കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മുറി തേങ്ങ ചിരവിയെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലും വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് 3 ശർക്കരയുണ്ട്, ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇത് മുങ്ങി നിൽക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ശർക്കര പൊടിച്ചെടുത്തത്. ഇനി ഇതൊന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഗോതമ്പ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ്. ഇത് ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലും വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം കേട്ടോ തുറന്നത്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, പാകത്തിനായിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇതുപോലെ ഗോതമ്പ് വേവിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എങ്കിലേ നന്നായിട്ട് വെന്ത് ഗോതമ്പുമായിട്ട് നന്നായിട്ട് മിക്സായി വരുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് അരിപ്പയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൂടി ചേർത്തിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഒരു 4-5 ഏലക്കായ പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. മധുരമൊക്കെ ഗോതമ്പിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് വേണമെങ്കിൽ സാധാരണ കഴിക്കുന്ന പോലെ തന്നെ ഇതുപോലെ തന്നെ കഴിക്കാം. അപ്പോൾ ഒന്ന് കുറുകി കഴിഞ്ഞ് ശർക്കരയൊക്കെ നന്നായിട്ട് ഗോതമ്പിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിലേക്ക് ഒരല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 2ാം പാലാണ്, 1/2 കപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് കൂട്ടിയും കുറച്ചും വെച്ച് കൊടുത്തിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ 1ാം പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 3/4 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2ാം പാൽ 1/2 കപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2ാം പാൽ ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം 1ാം പാൽ ഒഴിച്ച് കൊടുത്താലും മതി. അപ്പം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി കൊടുക്കാം. അപ്പോൾ അടിയിൽ പിടിച്ചു പോവും, അതിനാണ് ഫ്ലെയിം കുറച്ച് വെക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഗോതമ്പ് വെച്ചിട്ട് അലീസ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള അലീസയാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തിടാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നെയ്യുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ. അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ അങ്ങനെ തന്നെ കഴിക്കാറാണ് പതിവ്. അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കുറുകി നന്നായിട്ട് ഒന്ന് ടൈറ്റായി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഗ്രേവിയോട് കൂടി കഴിക്കാനാണ് ഇഷ്ടമുള്ളതെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് ഒന്ന് കുറുകി വരുന്ന സമയത്ത് കഴിച്ചാൽ മതി. ഇതുപോലെ ഗ്രേവിയോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ സെർവിങ് ബൗളിലേക്ക് വിളമ്പുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.